പേര് ശ്രീജിത്ത്, ഒരു പ്രവാസിയായിരുന്നു. ഇപ്പോൾ 6 കൊല്ലത്തെ വിസ ഉണ്ടായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഏത് വിസ എടുത്ത് പോയാലും മലയാളി കമ്പനി പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവിടുത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്. ഞാൻ UAE അജ്മാനിൽ അൽവാൻ അൽക്കാഫ് ജനറൽ മെയിൻ്റനൻസ് എന്ന ഒരു മലയാളി കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത്. അവിടുത്തെ അവസ്ഥകളാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു 8 മാസം കുറേ പ്രോബ്ലം ഉണ്ടായി. ഒരു 8 മാസം നാട്ടിൽ പൈസ അയക്കാതെ ഇരുന്നു. അവിടെ വെച്ച് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസയൊക്കെ വേറെ ആരൊക്കെയോ ട്രാൻസ്ഫർ ചെയ്ത് ഹാക്ക് ചെയ്ത് കുറേ പൈസയൊക്കെ പോയി. ഈ സമയത്തൊക്കെ നമ്മുടെ അറവാനടുത്ത് ഞാൻ ചോദിച്ചു, കുറച്ച് പൈസ നാട്ടിലേക്ക്, കുറച്ച് പൈസ ചോദിച്ചായിരുന്നു, കടമായിട്ട് ചോദിച്ചായിരുന്നു. ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് അറവാവ് നോക്കട്ടെടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്പരേ ബ്ലോക്ക് ചെയ്തു, വിളിക്കാതിരിക്കാൻ വേണ്ടി. എളുപ്പമുണ്ടല്ലോ അന്നേരം. അങ്ങനെ കുറച്ചുകൂടെ ഇപ്പോൾ ഞാനിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ കമ്പനിയുടെ പേരോ ആളുടെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല. ആ മലയുടെ പേര് സുജാതൻ, കടയ്ക്കാവരണ്ടുള്ളതാണ്. ആളുടെ പേരോ ഇതൊന്നും പറയാതെ ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു. അതിന് കുറേ പേര് കുറേ ന്യായീകരണമായിട്ടൊക്കെ വന്ന് എന്തിനു ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട്. ഞാനത് ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാനത് ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ തോന്നുന്നു അത് ക്യാൻസൽ ചെയ്യരുതായിരുന്നു. ഞാൻ വിസ തീർത്ത് നാട്ടിൽ വരാൻ നിന്നതാണ്. വിസ തീർത്ത് നാട്ടിൽ വരാൻ നിന്നപ്പം നാട്ടിൽ പോയ എല്ലാവർക്കും 3000 ദിർഹംസ് ടിക്കറ്റ് എടുത്തു കൊടുത്തു. ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് 2 പേര് പോയവർക്ക് 3000 ടിക്കറ്റും കൊടുത്തു. ഞാൻ വരാൻ നേരത്തെ 2000 മാത്രം, ടിക്കറ്റും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് പറഞ്ഞെന്ത്, അവനൊന്നും കൊടുക്കണ്ടെന്ന്. നമ്മളോടൊക്കെ ചെയ്ത് നമുക്ക് ചോദിക്കാനും പറഞ്ഞ ആളില്ലാത്തതുകൊണ്ടല്ലേ നമ്മളോട് അങ്ങനെയൊക്കെ ചെയ്തത്. വേറെ ആരെങ്കിലുമൊക്കെ പൈസ മേടിച്ചുകൊണ്ട് പോകാൻ ഇങ്ങനെയുള്ള മലയാളി കമ്പനി എടുത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് ഞാൻ പറയുന്നത്. ഇത്ര പന്ന സ്വഭാവമൊന്നും കാണിക്കരുത്. 6 കൊല്ലം ജോലി തീർത്തിട്ട് തന്നെ ഞാൻ വന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് പന്ന പരിപാടി കാണിച്ചത്. ഞാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പേർക്ക് 3000 ടിക്കറ്റ് കൊടുത്തു. ഞാൻ 2000. അവനൊന്നും കൊടുക്കണ്ടെന്നാണ് പറഞ്ഞതെന്ന് ഓഫീസിലെ സ്റ്റാഫുകൾ പറഞ്ഞ്. അവർ നിർബന്ധപ്രകാരം 2000 കൊടുത്തേന്ന്. ഇയാൾക്ക് എന്തിനാണ് എൻ്റെ അടുത്തിട്ട് വാശി? ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തെങ്കിൽ ആളുടെ പേരോ കമ്പനിയുടെ പേരോ ഒന്നും പറഞ്ഞില്ല. എൻ്റെ ATMൽ പൈസ പോയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ അറവാൻ്റെ അടുത്ത് പൈസ ചോദിച്ചാൽ തന്നില്ല, നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിനാണ് അയാൾ എൻ്റെ അടുത്ത് പരിപാടി കാണിച്ചത്. ഇതെല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. എല്ലാവരും ഒന്ന് അറിയണം ഇതിനുള്ള മലയാളി കമ്പനിയിൽ പോയുള്ള അവസ്ഥകൾ. അതെല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു പോസ്റ്റ് ഇട്ടതാണ്.